എമ്പുരാൻ ഇപ്പോൾ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മേജർ റിവ്യൂ വന്നിട്ട് ലൈവിലൊക്കെ വന്ന് മാപ്പ് പറയിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മോഹൻലാൽ മാപ്പും പറഞ്ഞു, ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിട്ട് മാപ്പും പറഞ്ഞു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യചിഹ്നം. കാരണം വേറൊന്നുമല്ല, മാപ്പ് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്ത കുറേ പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്തത് ആരാണ്? കുറേ സംഘികൾക്കാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ മേജർ രവിൻ്റെ ഈ ഇരട്ടത്താപ്പ്, കാരണം പുള്ളി പടം കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഞാനിവിടെ വയ്ക്കാം. പൃഥ്വിരാജ് വേറെ ലെവല്. അവനൊക്കെ ഭാഗ്യമാണ് ഇങ്ങനെ പടം ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ടീമാണ് ഇങ്ങനെ പടം ചെയ്യാൻ. ഐമാക്സിൽ നമ്മൾ കണ്ടിട്ടില്ല, അതിനകത്തുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കാണണം. ഈ പടം കഴിഞ്ഞ് വിവാദമായി എന്ന് കണ്ടപ്പോൾ ഇതിനെ കുറിച്ച് അതിനെ നേരെ തിരിച്ചിട്ട് പറഞ്ഞ വാക്കും ഇതാണ്. സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്, ഇതെല്ലാം ഇവരൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജസിംഗായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും, അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളത്. എന്തായാലും മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം എന്നിട്ട് അവിടെ കട്ട് ചെയ്തു. നോ, സോ ഐ അക്യൂസ്. ഇതാണ് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വർഗീയവാദം കൊണ്ടുപോയിട്ട് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്താണ് ഇലക്ഷനൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. പക്ഷേ ആവിഷ്കരണ സ്വാതന്ത്ര്യം ഇവിടെ നിലവിലില്ല എന്നുള്ളതിനുള്ള ഏക തെളിവാണ് ഇപ്പോൾ എമ്പുരാനിലുണ്ടായത്. പിന്നെ ഈ പറഞ്ഞ സിനിമയ്ക്ക് ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അത് നാഷണൽ ലെവലിലുള്ള പബ്ലിസിറ്റി ഇപ്പോൾ ഈ പറഞ്ഞ സംഖ്യകളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാക്കി തന്നിട്ടുമുണ്ട്.